എൻ വാസുവിന്റെ അറസ്റ്റിനും പത്മകുമാറിനുമെതിരായ നീക്കങ്ങൾക്ക് പിന്നാലെ പ്രതിരോധത്തിലായി CPIM. ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു ജയിലിലായിട്ടും മുൻ വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിലേക്ക് നീങ്ങുമ്പോഴും കടകംപള്ളി മൗനം പാലിക്കുകയാണ്. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, അന്നത്തെ ഭരണസമിതിയിൽ നേതൃത്വം നൽകിയ ആളുടെ അറസ്റ്റ് എപ്പോഴുണ്ടാവും എന്നവരെ കാത്തിരിക്കുന്ന സമയമാണ്. ബോർഡുമായി ബന്ധപ്പെട്ട് ആ സമയത്തെ മന്ത്രിക്ക് മൗനം ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. അദ്ദേഹം ഒന്നും ഇതുവരെ പ്രതികരിക്കുന്നില്ല അല്ലേ? അതുതന്നെയാണ് റോഷ്നി. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനം വിളിച്ചത് തന്നെ ഈ വിഷയം പറയാനുമല്ല. ഈ വിഷയത്തിൽ മറുപടി പറയുമോ എന്നുള്ളത് അറിയില്ല. കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ്. അന്വേഷണം നടക്കുന്നു. ഒന്നും പറയാനില്ല എന്ന് മാത്രമാണ് കാണുമ്പോഴെല്ലാം കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. പക്ഷേ ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും താഴെയുള്ള ഉദ്യോഗസ്ഥനല്ല അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ്. ആ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരിക്കെയുള്ള ഏറ്റവും ശക്തനായ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, നേരത്തെയുള്ള ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ എൻ വാസുവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മാത്രമല്ല, മുൻപ് 2017 നവംബർ മുതൽ 19 നവംബർ വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടുള്ള എൻ പത്മകുമാറിനെ ഏത് നിമിഷവും ആ ചോദ്യം ചെയ്യലിന് വിധേയനാക്കി അറസ്റ്റ് ചെയ്യും എന്നുള്ള ഘട്ടം. ഈ സമയത്തൊന്നും കടകംപള്ളി സുരേന്ദ്രൻ ഒരക്ഷരം പറയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുരൂഹമായി തുടരുന്നത്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ബാധ്യതയുണ്ട്. കാരണം അന്നത്തെ വകുപ്പ് മന്ത്രിയാണ്. പക്ഷേ ശബരിമല വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ഒരക്ഷരവും കാര്യമായ ഒരു പ്രതികരണവും കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗമായിട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ്. ആദ്യമാണെങ്കിൽ നമുക്ക് പോറ്റി, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ആകെ ചർച്ച ചെയ്ത, അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റായി എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടും കടകംപള്ളി സുരേന്ദ്രൻ, അന്നത്തെ വകുപ്പ് മന്ത്രിയാണ്, ഒന്നും പ്രതികരിച്ചില്ല എന്നുള്ളത് ആ വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞുള്ള കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് എന്നാണ് കോൺഗ്രസും BJPയും ആരോപിക്കുന്നത്. പക്ഷേ അങ്ങനെ നിരന്തരമായ ആരോപണം ഉയരുമ്പോഴും കടകംപള്ളി സുരേന്ദ്രൻ ഒരു മറുപടി പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഈ കേസിൽ ഏറെ ദുരൂഹമായി തുടരുന്നു. ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിലെങ്കിലും ഇത് സംബന്ധിച്ചുള്ള തുറന്നു പറച്ചിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗമായി ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. റോഷ്നി.